ഇന്ന് ഞാൻ വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 5 വഴുതനങ്ങ മീഡിയം ടൈപ്പിൽ 5 വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞത്, 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 6 അല്ലി വെളുത്തുള്ളി കീറിയത് ചെറുതായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, 2 ഉണക്കമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ലാസ്റ്റ് ചേർക്കാനായി കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയാണ് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി വഴുതനങ്ങ എടുത്ത് 2 സൈഡും കട്ട് ചെയ്ത് ചെറിയ പീസായി മാറ്റാം. വഴുതനങ്ങ നമുക്ക് 2ആയി കീറി ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസായി എല്ലാം കട്ട് ചെയ്യാം. എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി വഴുതനങ്ങ നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. വഴുതനങ്ങ എല്ലാം അരിഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വഴുതനങ്ങ കളർ മാറുന്നതിന് മുമ്പ് തന്നെ അതിലിടാം. വഴുതനങ്ങ നല്ലതുപോലെ പാത്രത്തിലിട്ട് നമുക്ക് ഇളക്കാം. മുറ്റിയ കുരുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് വീഴും. വെള്ളത്തിലിട്ട വഴുതനങ്ങ നല്ലതുപോലെ കഴുകി ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അഴുക്കെല്ലാം കളഞ്ഞ് ഇതിനകത്തുള്ള വേണ്ടാത്ത കുരുക്കളൊക്കെ താഴോട്ട് അടിഞ്ഞു കാണും. വേണ്ടാത്ത കുരുക്കളൊക്കെ ഇതാ പാത്രത്തിലടിയിലോട്ട് വീണിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ, നമുക്കൊന്ന് ചുറ്റിക്കാം. ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. പച്ചമുളക്, സവാള,
വറ്റൽമുളകും ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് എല്ലാം ഒന്ന് വഴറ്റുക. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. എല്ലാം നന്നായി ഒന്ന് വഴറ്റുക. ലോ ഫ്ലെയിം ആക്കി ഒന്ന് വഴറ്റാം. നമുക്ക് വളരെ ചെറുതായി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് വഴുതനങ്ങ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാം. അടച്ചു വെച്ചാൽ ഒരുപാട് കുഴഞ്ഞു പോകും. ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യാം. എല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോകാതെ എടുക്കണം. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കത്രിക്ക എന്നും പറയും. കത്രിക്ക മെഴുക്ക് വരട്ടി റെഡി. ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്ക് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അടപ്പ് തുറന്ന് നോക്കാം. എല്ലാം നല്ലതുപോലെ വെന്ത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വഴുതനങ്ങ മെഴുക്ക് വരട്ടി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.